നമസ്കാരം. ഹൃദയം കുളിർക്കുവാൻ അശ്രുക്കൾ ചൊരിയുന്ന കണ്ണേ, നീ എത്ര നാൾ എന്നെ സഹിച്ചിടും? കാണാത്തതൊക്കെ നീ കാണിച്ചിടുന്നു, കാണേണ്ടതൊന്നും നീ കാണാത്തതെന്തേ? അക്ഷരക്കൂട്ടത്തിലലയുന്ന കണ്ണേ, അക്ഷരമറിവാണെന്ന് അറിയാത്തതെന്തേ? ആകാശ നീലിമ കാണുന്ന കണ്ണേ, ആത്മാവിൻ മരവിപ്പ് കാണാത്തതെന്തേ? അക്ഷരക്കൂട്ടത്തിൽ അലയുന്ന കണ്ണേ, അക്ഷരം അറിവാണെന്നറിയാത്തതെന്തേ? അതെ, അക്ഷരം അറിഞ്ഞുകൊണ്ടായിരിക്കണം വായന. ഈ സമയത്ത് ഞാൻ ഈ വരി എടുത്തു പറയാൻ കാരണം, പലപ്പോഴും പല പാരൻസ് മീറ്റിങ്ങിലായാലും പേഴ്സണലായാലും നമ്മളോട് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മാഷേ, എൻ്റെ കുട്ടി വളരെ സമയം ഇരുന്ന് വായിക്കുന്നുണ്ട്, ചില ദിവസങ്ങളിൽ ഉറക്കൊഴിഞ്ഞും വായിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അവൻ്റെ ആൻസർ പേപ്പറിൽ കാണുന്നില്ല, മാർക്കായി കാണുന്നില്ല. എന്തുകൊണ്ട് എന്ന് പരിഭവമായി, പരാതിയായി പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട്. ശരിക്കും എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എല്ലാ വായനയും പഠനമല്ല. പഠിക്കാൻ വായന അത്യാവശ്യമാണ്, പക്ഷേ വായനകളെല്ലാം പഠനമാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പ്, ഒരു മാസം മുമ്പൊക്കെ വായിച്ച പത്രത്തിലെ അല്ലെങ്കിൽ നോവലിലെ അല്ലെ അതുപോലെ വായിച്ച എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും നമുക്ക് ഓർത്തെടുത്ത് അതുപോലെ പറയാൻ കഴിയുമോ? കഴിയണമെന്നില്ല. കാരണം അത് വായന മാത്രം. എപ്പോഴാ വായന പഠനമായി മാറുക? വായന പഠനമായി മാറണമെങ്കിൽ നമ്മൾ വായിച്ചത് എന്തുമാവട്ടെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ അത് മറ്റൊരിടത്ത് പകർത്താൻ കഴിയണം. അപ്പോഴേ വായന പഠനമാകൂ. അതുകൊണ്ട് വായിക്കുക, വീണ്ടും വീണ്ടും ഒരുപാട് വായിക്കുക. ഈ വായിച്ചതൊക്കെയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന ബോധ്യത്തോടെ, അതുമല്ലെങ്കിൽ ഇത് മറ്റൊരിടത്ത് എനിക്ക് പകർത്താൻ കഴിയണം എന്ന ചിന്തയോടുകൂടി. അപ്പോഴാ നിങ്ങൾ വായിച്ചതൊക്കെയും പഠനമായി മാറി നിങ്ങൾക്ക് ഒരിടത്ത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അത് മാറുക.